നമസ്കാരം. വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. ആരാധക പിന്തുണയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും. ഏത് തരത്തിലുള്ള കഥാപാത്രവും തങ്ങളിൽ സുരക്ഷിതമാണെന്ന് തെളിയിച്ചാണ് ഇരുവരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് താരപുത്രനാണ്, ഒന്ന് സംവിധായകൻ്റെ പുത്രനാണ് എന്നതിനും അപ്പുറത്ത് സ്വന്തമായ ഇടം കണ്ടെത്തിയാണ് ഇരുവരും മുന്നേറുന്നത്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി മുന്നേറുന്ന ഇരുവർക്കും ശക്തമായ പിന്തുണയും അതുപോലെ തന്നെ മികച്ച സ്വീകാര്യതയുമാണ് സിനിമയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങളുമൊക്കെ പങ്കുവച്ച് ഇരുവരും എത്താറുമുണ്ട്. പ്രഖ്യാപനം മുതൽ തന്നെ ഇവരുടെ ചിത്രങ്ങളെ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട്. സിനിമയിലായാലും ജീവിതത്തിലായാലും സ്വന്തം നിലപാടുകളുമായി മുന്നേറുന്നവരാണ് ഇരുവരും. അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഫഹദ് ഫാസിലിനെ തള്ളിക്കളഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചു വരവിലാണ് തന്നിലെ യഥാർത്ഥ അഭിനേതാവിനെ ഫഹദ് ഫാസിൽ നമുക്ക് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ പുറത്തെടുത്തത്. രണ്ടാം വരവിന് ശേഷം മലയാളത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു ഫഹദ് ഫാസിൽ. വില്ലനായും നായകനായും ഒക്കെ അദ്ദേഹം തിളങ്ങുകയാണ്. മമ്മൂട്ടിക്ക് പിന്നാലെയാണ് ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് എത്തുന്നത്. ഫാൻസ് അസോസിയേഷൻ്റെ കാര്യത്തിൽ സമാനമായ നിലപാടുകളാണ് ദുൽഖറിനും ഫഹദ് ഫാസിലിനും ഉള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ മികച്ച സ്വീകാര്യത ലഭിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് അദ്ദേഹം. പക്ഷേ ഫഹദ് ഫാസിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല താനും. ഫഹദ് വല്ലപ്പോഴും മാത്രമേ തൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുമുള്ളൂ. എന്തായാലും സെക്കൻഡ് ഷോ എന്നൊരു സിനിമയിലൂടെയാണ് ദുൽഖർ സൽമാൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. മമ്മൂട്ടിയുടെ പിന്തുണ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവേദികളിലോ ചടങ്ങുകളിലോ പോലും മമ്മൂട്ടി ഇതേക്കുറിച്ച് വാചാലനായിരുന്നില്ല എന്നത് വ്യക്തമായൊരു കാര്യമാണ്. തന്നിലൂടെയല്ല മകൻ അറിയപ്പെടേണ്ടത് എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതേക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ദുൽഖർ ആവട്ടെ സ്വന്തമായി മുന്നേറുകയായിരുന്നു മലയാള സിനിമയിൽ. സിനിമാ കുടുംബത്തിലാണ് ഫഹദും വരുന്നത്. മകനെ നായകനാക്കി ആദ്യം സിനിമയൊരുക്കിയത് അച്ഛൻ ഫാസിൽ തന്നെയായിരുന്നു. കയ്യെത്തും ദൂരത്ത് എന്ന പ്രണയകഥയായിരുന്നു അദ്ദേഹം മകനായി ഒരുക്കിയത്. പക്ഷേ ആ ഒരു സിനിമ നമുക്കറിയാം വൻ ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം ഫഹദിന് ഭാവിയില്ല എന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ അധികം വൈകാതെ തന്നെ അത് തിരുത്തി കുറിക്കുകയായിരുന്നു ഫഹദ്. ഇന്ന് വിമർശിച്ചവർ പോലും താരപുത്രൻ്റെ സിനിമയ്ക്ക് കൈയടിക്കുകയാണ്. ഇനി ആരാധകരുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയവരാണ് ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും. അനാവശ്യ വിവാദങ്ങളിലൊന്നും ചെന്ന് പെടാതെയാണ് ഇരുവരും ഇപ്പോഴും മുന്നേറുന്നത്. ഒഫീഷ്യൽ അല്ലാതെയാണ് ദുൽഖറിൻ്റെ ഫാൻസ് ക്ലബ്ബ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒഫീഷ്യൽ ഫാൻസ് ക്ലബിനായി ആരാധകർ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും താരത്തിൽ നിന്നും ഇതുവരെ അനുകൂലമായ ഒരു പ്രതികരണം ലഭിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഫാൻസ് അസോസിയേഷനുകളോട് താല്പര്യമില്ലെന്ന് നേരത്തെ തന്നെ ദുൽഖർ സൽമാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തനിക്ക് വേണ്ടി ആരും അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് കാണാൻ വയ്യ എന്നായിരുന്നു ഇതിനെക്കുറിച്ച് ദുൽഖർ പറഞ്ഞത്. അത്തരത്തിലൊരു താല്പര്യവുമില്ലെന്ന് ദുൽഖർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ആരാധക പിന്തുണയെക്കുറിച്ച് താരത്തിന് തന്നെ കൃത്യമായ ബോധ്യം ഉണ്ട് താനും. ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം ഫാൻസ് പ്രവർത്തനത്തിനായി മാറ്റിവെക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത്. ഈ ഫാൻസ് പ്രവർത്തനത്തിന് നിൽക്കാതെ നിങ്ങൾ പഠനത്തിലാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് യുവതലമുറ ശ്രദ്ധിക്കേണ്ടതെന്നും ഫഹദും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഫാൻസ് ക്ലബ്ബുകൾ വേണ്ടെന്ന നിലപാടുമായി ഫഹദ് നിൽക്കുമ്പോൾ അത് ഒഫീഷ്യലിലേക്ക് നീങ്ങിയാലുണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കിയാണ് ദുൽഖർ സൽമാൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. എന്തായാലും ഇരുവർക്കും ഫാൻസ് ക്ലബ്ബുകൾ ഇല്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ച് നിരാശ മാത്രമാണ്. എന്തായാലും ഭാവിയിൽ ഫാൻസ് ക്ലബ്ബുകൾ ഉണ്ടാകും എന്നതിന് പ്രതീക്ഷിക്കാം. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.